ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു കൂന്തൽ റോസ്റ്റാണ്. കൂന്തൽ കണവ എന്നും പറയും, കൂന്തൽ എന്നും പറയും. കൂന്തൽ റോസ്റ്റാണ്. കൂന്തൽ തന്നെ നമുക്ക് പലതരത്തിലുണ്ടാക്കാം. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഒരു റോസ്റ്റ് പോലെയാണ്. ഈ കൂന്തൽ റോസ്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തലാണ്. ഫ്രഷായിട്ടുള്ള കൂന്തലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചെറിയ പീസായിട്ട് നമ്മൾ നുറുക്കി വെച്ചേക്കാണ്. പുളിയാണ്, ഒരു ചെറിയ കഷ്ണം ഇട്ട് നമുക്കത് വേവിക്കാൻ വേണ്ടി മാത്രമാണ്. തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഗരം മസാലപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, എണ്ണ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഒരു വലിയ സവാള അരിഞ്ഞത്. ഇത് കൂന്തൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു ചെറിയ കഷ്ണം പുളിയും ഇട്ടിട്ട് വേവിച്ചെടുത്ത കൂന്തലാണ്. നമുക്ക് അപ്പോൾ ഇങ്ങനെ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ റോസ്റ്റ് ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ നന്നായി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആദ്യം തേങ്ങാക്കൊത്താണ് നമ്മൾ ഇടാൻ പോണത്. നന്നായി കനം കുറച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്താണ്. അത് നമ്മൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. അല്പം ഉപ്പ് ഇട്ട് കൊടുക്കണം. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. നന്നായി ഇളക്കി ചെറുതായിട്ടൊന്ന് വാടണ വരെ ഇളക്കി കൊടുക്കുക. തേങ്ങ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. നന്നായി സവാള നന്നായി ഒന്ന് വാടണ വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഇതെല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്.
നന്നായിട്ട് ഇളക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോൾ നമുക്ക് ഒന്ന് ചട്ടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി വഴന്നു വരട്ടെ. സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം വഴന്നു വന്നിട്ടുണ്ട് നന്നായിട്ട്. അതിലേക്ക് നമുക്ക് മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, എല്ലാ പൊടികളും കൂടി ഇട്ടിട്ട് നമുക്കൊന്നുകൂടി നന്നായിട്ട് മൂത്ത് വരണ വരെ വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ തേങ്ങയിലും കൂന്തലിലും ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ആവശ്യം വേണ്ടവർക്ക് കളറ് കുറച്ചുകൂടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ അത് തന്നെ മതിയാവും. നമ്മളുടെ മസാലകളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൂന്തലിട്ട് കൊടുക്കാം. കൂന്തലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. എല്ലാ മസാലകളും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലോണം ഡ്രൈ ആവുമ്പോൾ നമുക്ക് എടുക്കാം. നമുക്ക് ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്നും കൂടി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം മിക്സ് ആയിട്ടുണ്ട്, നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മസാലകളെല്ലാം നന്നായി മൊരിഞ്ഞ് കൂന്തലിട്ട് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്.
റോസ്റ്റ് ചെയ്ത കൂന്തൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് പകർത്താം. നല്ല സ്പൈസി ആയിട്ടുള്ള അതാണ്, നല്ല ടേസ്റ്റി ആയിരിക്കും. നല്ല മണമാണ്, എല്ലാ മസാലകളൊക്കെ ചേർന്നേക്കണോണ്ട് നല്ല മണമാണ് വരുന്നത്. നമുക്ക് അത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. വല്ലപ്പോഴൊക്കെ കൂന്തൽ കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നല്ലൊരു ഡിഷാണ്. കൂടുതൽ സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.